May I humbly request the Honorable Minister, V. Shivankutty, to address the gathering. So please. സെമിനാറിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേരളീയ 2023 കേരളത്തിലെ തൊഴിലാളികളുടെ അവകാശവും ക്ഷേമം. കേരളീയം 2023 ഭാഗമായി തൊഴിൽ വകുപ്പ് സംഘടിപ്പിക്കുന്ന കേരളത്തിലെ തൊഴിലാളികളുടെ അവകാശവും ക്ഷേമവും എന്ന വിഷയത്തിൽ നടത്തുന്ന സെമിനാറിൽ പങ്കെടുത്ത മുഴുവൻ വ്യക്തിത്വങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആധുനിക കേരള സൃഷ്ടിയിൽ തൊഴിലാളി വർഗം വഹിച്ച പങ്ക് നിർണായകമാണ്. തിരുവിതാംകൂറിലെയും മലബാറിലെയും കൊച്ചിയിലെയും തൊഴിലാളികൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുവഹിച്ചവരാണ്. കൊളോണിയൽ കാലത്തെ തന്നെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം രൂപം കൊണ്ട നാടാണ് നമ്മുടെ കേരളം. തൊഴിൽ ചെയ്യുന്നവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പോരാട്ടങ്ങളോടൊപ്പം ജനാധിപത്യം, സ്വാതന്ത്ര്യം തുടങ്ങിയ മുദ്രാവാക്യങ്ങളും അക്കാലത്ത് തൊഴിലാളികൾ ഉയർത്തിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. സ്വാതന്ത്ര്യാനന്തരം കേരളമെന്ന സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസം എന്നീ തത്വങ്ങൾ എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനത ഉയർന്നു വന്നിരുന്നു. 1957 തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന EMSൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള സുപ്രധാന കാര്യവയ്പ്പാണ് നടത്തിയത്. കുടിയിറക്കൽ നിരോധന നിയമം, തൊഴിലാളി ക്ഷേമം മുൻനിർത്തിയുള്ള നടപടികൾക്കും ആദ്യ EMS സർക്കാർ തുടക്കം കുറിച്ചു. പൊതുവിദ്യാഭ്യാസം, പൊതു ആരോഗ്യ സംരക്ഷണ പദ്ധതി, പൊതുവിതരണ പദ്ധതി എന്നിവയ്ക്കും തുടക്കം കുറിച്ചു. തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടില്ല എന്ന EMS സർക്കാരിൻ്റെ ചരിത്രപ്രധാനമായ നയം തൊഴിലാളികൾ കൂട്ടായി പ്രവേശിക്കുന്നതിനും കൂലി വർദ്ധിപ്പിക്കുന്നതിനും വഴിയൊരുക്കി. അതുവരെ വളരെ തുച്ഛമായ വേതനം മാത്രം ലഭിച്ചിരുന്ന തൊഴിലാളികൾ ജീവിതം പതുക്കെ പതുക്കെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ തുടങ്ങി. ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ തുറന്നു വന്ന സർക്കാരുകളും തൊഴിലാളി ക്ഷേമത്തിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചുള്ള നിയമങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കി. മിനിമം വേതനം എന്ന തത്വം നടപ്പിലാക്കിയപ്പോൾ ചില തൊഴിലുടമകൾ സ്ഥാപനങ്ങൾ പൂട്ടിയിട്ടത് തൊഴിലാളികളെ പട്ടിണിക്കിടുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിയിട്ടുണ്ട്. 1967 സർക്കാരിൻ്റെ കാലത്ത് ഇത്തരം വെല്ലുവിളികളെ നേരിടാനാണ് തൊഴിലാളി സഹകരണ സംഘം എന്ന ബദൽ സംവിധാനം ഉയർന്നത്. കേരള ദിനേശ് ബീഡി സഹകരണ സംഘം ദേശീയ ശ്രദ്ധ നേടി. തുടർന്ന് പരമ്പരാഗത തൊഴിൽ മേഖലകളായ കയർ, കൈത്തറി, മത്സ്യം തുടങ്ങിയ മേഖലകളിലും തൊഴിലാളി സഹകരണ സംഘങ്ങൾ നിലവിൽ വന്നു. തൊഴിൽ സംരക്ഷണത്തിന് ഒരു ഉപാധിയായി സഹകരണ സംഘങ്ങൾ മാറി. സാമൂഹിക സുരക്ഷയ്ക്കായി ഇന്ത്യയിൽ രൂപം കണ്ട തൊഴിൽ നിയമങ്ങൾ ESI, PF, ബോണസ് തുടങ്ങിയവയെല്ലാം സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് മാത്രം ബാധകമാകുന്നതാണ്. കേരളത്തിൽ കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് പരമ്പരാഗത അസംഘടിത മേഖലയിലാണ്. ഈ സാഹചര്യത്തിലാണ് ഈ വിഭാഗം തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൊഴിലാളി ക്ഷേമ പദ്ധതികൾ എന്ന ആശയം നടപ്പിലാക്കിയത്. ഇപ്പോൾ സംസ്ഥാനത്താകെ 23ഓളം തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തൊഴിൽ വകുപ്പിൻ്റെ കീഴിൽ 16 ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 67 ലക്ഷത്തോളം തൊഴിലാളികൾ അംഗങ്ങളാണ് ഈ ക്ഷേമ ബോർഡുകളിൽ ഉള്ളത്. ഈ ക്ഷേമനിധി ബോർഡുകളെല്ലാം തന്നെ രാജ്യത്തിനകത്ത് തന്നെ മാതൃകയാണ്. ഇടതുപക്ഷ വികസന നയങ്ങൾ തൊഴിലാളികളുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി. സമ്പത്തിൻ്റെ പുനർവിതരണം എന്ന തത്വം അനുസരിച്ചാണ് ഈ നയങ്ങൾ രൂപം കൊണ്ടത്. പൊതുവിദ്യാഭ്യാസ നയം എല്ലാ പാവപ്പെട്ട തൊഴിലാളികൾക്കും മക്കളെ പഠിപ്പിക്കാനുള്ള സൗകര്യം നൽകി. തൊഴിലാളി കുടുംബങ്ങളിലെ പുതിയ തലമുറ വിദ്യാസമ്പന്നരായി മാറി. അവർ ഉയർന്ന വരുമാനം നേടുന്ന തൊഴിൽ ചെയ്യാൻ യോഗ്യരായി. നേരത്തെ കൂട്ടായ വിലപേശലിനുള്ള സ്വാതന്ത്ര്യം, കൂലി നിരക്ക് ഉയർത്തിയതോടൊപ്പം പുതിയ തലമുറയുടെ വരുമാനം കൂടിയായപ്പോൾ തൊഴിലാളികളുടെ ജീവിതം അഭിവൃദ്ധിപ്പെട്ടു. സർക്കാരിൻ്റെ ആരോഗ്യ സംരക്ഷണ നയം, പൊതുവിതരണം, സാമൂഹ്യക്ഷേമം, വിദ്യാഭ്യാസം തുടങ്ങിയ നടപടികളെല്ലാം തൊഴിൽ മേഖലയിലുള്ള പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തി. പൊതുവിൽ ജനങ്ങളുടെ വാങ്ങൽ കഴിവിലുണ്ടായ വർധനവ് നഗര ഗ്രാമ വ്യത്യാസമല്ലാതെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ വഴിയൊരുക്കി. അതിനനുസരിച്ച് പശ്ചാത്തല വികസനവും ആരംഭിച്ചു. ചുരുക്കത്തിൽ ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിയിലേക്ക് കേരളത്തെ നയിച്ചവരിൽ മുഖ്യ പങ്ക്
കാർഷിക തൊഴിലാളി മേഖലയിലെ നയങ്ങളും നടപടികളുമാണ്. തൊഴിലാളി സംഘടനകളുടെ വളർച്ചയും വികാസവും ഒരു മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തെ വികസിപ്പിക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രബുദ്ധതയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ്. വൻകിട ആധുനിക വ്യവസായങ്ങളുടെ കുറവ് നിരത്തിൽ പൊതുമേഖലാ വ്യവസായങ്ങളുടെ ആരംഭിച്ചതും എടുത്ത് പറയേണ്ടതാണ്. 21ാം നൂറ്റാണ്ടിലെ കേരളം ഒരു വൈജ്ഞാനിക സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിനനുസരിച്ച് ഒരു നവകേരള സൃഷ്ടിയിൽ ലക്ഷ്യം വെച്ചാണ് കേരളത്തിലെ LDFിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീ പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കുവാൻ തൊഴിൽ മേഖലയിൽ നൈപുണ്യ വികസനം അനിവാര്യമാണ്. ഒരു ഭാഗത്ത് തൊഴിലാളി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതോടൊപ്പം ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കൽ, ഉൽപ്പന്നങ്ങളുടെ കമ്പോള മത്സരക്ഷമത വർദ്ധിപ്പിക്കൽ, തൊഴിലന്തരീക്ഷം സൗഹൃദപൂർണ്ണമാക്കൽ തുടങ്ങിയ കാര്യങ്ങളും ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽ വൈദഗ്ധ്യത്തിൽ ലോകത്താരെയും വെല്ലുവിളിക്കുവാൻ കഴിവുള്ളവരാണ് കേരളീയർ. വികസിത രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഏറ്റവും സ്വീകാര്യത നേടിയവരാണ് നമ്മൾ. നൈപുണ്യ വികസനത്തോടെ ഇനിയും മുന്നേറാൻ നമുക്ക് സാധിക്കും. ഈ കേരളീയം ഈ മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. 1.5 മണിക്കാണ് ഇത് അവസാനിക്കുന്നത്. അവസാനം വരെ ഇതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ.